NMMS എക്സാം എഴുതുന്ന 8ാം ക്ലാസ്സിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു വീഡിയോ. ഇത് നിങ്ങളുടെ ഒരു അവസാനത്തെ അവസരമാണ്. കാരണം ഇനി NMMS എക്സാമിന് ഏറിപ്പോയ ഒരു 2 ആഴ്ച മാത്രമേ ഉള്ളൂ. 10, 12, 13, 14 ദിവസങ്ങൾ മാത്രമേ നിങ്ങളുടെ മുന്നിൽ ഇനി ബാക്കിയുള്ളൂ. അതായത് ഈ ഉള്ളൊരു ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ NMMS എക്സാമിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? സൂപ്പറായിട്ട് പെർഫോം ചെയ്യണം, അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ വെറുതെ ഇങ്ങനെ ചിന്തിക്കുക, അയ്യോ ഞാൻ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് കൂടിപ്പോയോ? അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എന്തായാലും കൂടിപ്പോകുന്ന പരിപാടിയൊന്നുമില്ല. അതൊക്കെ നിങ്ങൾക്ക് മുതൽക്കൂട്ടാവേ ചെയ്യുള്ളൂ. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുക. എല്ലാ കണ്ടന്റും വാരി വിതറി പഠിക്കാം എന്ന് കരുതിയിട്ട് ഒരു ഉപകാരമില്ല. 10ാം ക്ലാസ്സിലെയോ +2ലെയോ കണ്ടന്റ് ഒന്നും പഠിക്കണ്ട. അതൊക്കെ ആ സമയത്ത് ഉപകാരം ഉണ്ടാവുള്ളൂ. അതിപ്പോൾ NMMSന് ചോദിക്കൊന്നുമില്ല. NMMSന് ചോദിക്കുന്ന NMMSന്റെ സിലബസ് ഉണ്ടല്ലോ, അതിങ്ങനെ നോക്കി വെച്ചിട്ട് അതിലുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കണ്ണിങ് ആയിട്ട് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് NMMSന്റെ എക്സാം എന്ത് ചെയ്യുക എന്ന് നമ്മൾ തന്നെ ഒന്ന് വെറുതെ എഴുതി നോക്കാം. ലൈക്ക് എന്താണ്, ഏതെങ്കിലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ കിട്ടും. അതൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യുക? ഒരു പരീക്ഷയും കാര്യങ്ങളൊക്കെ ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഒരു എക്സാം ഒക്കെ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് ആ എക്സാമിൻ്റെ ആ ഒരു എന്താണ് ആ ഒരു ഫീലും കൂടി കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി പെർഫോം ചെയ്യാൻ പറ്റും. ഇനി പോട്ടെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തില്ല, നിങ്ങൾ നെറ്റിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തു, നിങ്ങളൊരു ടൈമറൊക്കെ വെച്ച് സെറ്റ് ചെയ്തു, എന്നാലും നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ഫീൽ കിട്ടണം. അതായത് കറക്റ്റ് ഒരു എക്സാം ഹാളിൽ പോയി എന്നിട്ട് എക്സാം ഹാളിൽ ആദ്യം മേറ്റ് എഴുതുന്നു, സെറ്റ് എഴുതുന്നു, ഇത്ര മണിക്കൂർ കിട്ടുന്നു, ഒരു ഇൻവിജിലേറ്റർ വരുന്നു, ആ ഒരു ഫീലിൽ നിങ്ങൾക്കൊരു എക്സാം എഴുതണം. എങ്കിലേ എനിക്ക് ഒന്നും കൂടി പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ നിങ്ങൾക്കൊരു തോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സൈലം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നു NMMSന്റെ മോഡൽ എക്സാം. കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് NMMS നടക്കുന്നതിന് മുമ്പ്, സർക്കാരിൻ്റെ അണ്ടറിൽ ഒഫീഷ്യലി NMMS എക്സാം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേറൊരു പ്ലാറ്റ്ഫോം എന്ത് ചെയ്യാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യാണ്. ഞാൻ മനസ്സിൽ തട്ടിയിട്ട് അടിവരെ ഇട്ടിട്ട് പറയാണ്, ഇത് നിങ്ങൾക്ക് 100% ഉപകരിക്കും. ഒരു നഷ്ടം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ എക്സാം എഴുതുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യാണ്? ഇവിടെ സൈലത്തിൻ്റെ ഒരു എക്സാം എഴുതാണ്. അപ്പോൾ ഒരു പക്ഷേ ഇതിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് മേ ബി അതിൽ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുണ്ട്. ഇനി അത് പോട്ടെ, ഇനിയിപ്പോൾ വന്നില്ലെങ്കിലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. എങ്ങനെയാണ് ആ ഒരു പേടി മാറിക്കിട്ടും. അതാണ് അൾട്ടിമേറ്റ്. ആദ്യം മേറ്റാണോ ആദ്യം സെറ്റാണോ, എങ്ങനെയാണ് ബബിൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങളും നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കരമായുള്ളൊരു ബെനിഫിറ്റാണ്. ഞാൻ വെറുതെ ചുമ്മാ പറയുന്നില്ല കേട്ടോ. ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? സൈലം സെറ്റ് ചെയ്ത് തരാണ് NMMSന്റെ മോഡൽ എക്സാം. ഇത് നിങ്ങൾക്ക് ഉപകരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. ഇനി നിങ്ങൾക്ക് ഇത് ഉപകരിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്തോളൂ, എനിക്ക് മെസ്സേജ് അയച്ചിട്ട് തെറി വിളിച്ചോളൂ. എന്നാലും കുഴപ്പമില്ല. അത്രയും ഞാൻ ഷുവർ ഷോട്ട് ഗ്യാരണ്ടിയാണ്. കാരണം ഇത് എഴുതിയാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും എന്തായാലും ഉണ്ടാവില്ല. ഓക്കെ, 100% ലാഭം ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് NMMS എഴുതേണ്ടത്, എന്താണ് മാറ്റിൽ എന്തൊക്കെ ചോദിക്കുന്നു, സാറ്റിൽ എന്തൊക്കെ ചോദിക്കുന്നു, പിന്നെ എന്താണ് ടൈം. പിന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്താ അറിയോ? ആ ഒരു ടൈമിങ്ങിൽ കറുപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനം. ചില ആളുകൾ എന്ത് ചെയ്യുന്ന അറിയോ? എന്താണ് മാറ്റമ്മ കുറേ നേരം ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അതിമ തന്നെ അങ്ങനെ കുത്തിയിരിക്കും. എന്നിട്ട് ലാസ്റ്റ് കറുപ്പിക്കാൻ സമയം കിട്ടൂല. കാരണം എല്ലാം അറ്റൻഡ് ചെയ്യണം. അതൊരു കാര്യം കേട്ടോ. എല്ലാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ്. കാരണം നെഗറ്റീവ് മാർക്ക് ഇല്ല. നിങ്ങൾ നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് എഴുതിയിട്ട് എല്ലാം അറ്റൻഡ് ചെയ്യാതെ പോകരുത്. അഥവാ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയില്ല എങ്കിലും മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഭാഗ്യത്തിന് ചിലപ്പോൾ അതിൻ്റെ ആൻസർ ശരിയായി കഴിഞ്ഞാൽ ലക്കിന് ചിലപ്പോൾ NMMS കിട്ടാം. ചാൻസ് കുറവാണ്, എന്നാലും കിട്ടാം. അതിനൊരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാം ആൻസർ ചെയ്യണം. അപ്പോൾ എല്ലാം ആൻസർ ചെയ്യാൻ മേ ബി സമയമൊന്നും കിട്ടൂല. അപ്പോൾ ആ സമയത്തിൻ്റെ ആ ഒരു ടൈം എങ്ങനെ കൺസ്യൂം ചെയ്യാം, ടൈം എങ്ങനെ ഉപയോഗിക്കാം, ടൈം എങ്ങനെ കറക്റ്റ് കൺട്രോൾ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മോഡൽ എക്സാം ഉപകരിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം? ഈ ഒരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ സാർ, ഈ മോഡൽ എക്സാം എല്ലായിടത്തും ഉണ്ടോ? ഇതുപോലെ കോഴിക്കോടോ കൊച്ചിയോ തിരുവനന്തപുരത്തോ അങ്ങനെ വലിയ സിറ്റികളിൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് സൈലത്തിൻ്റെ NMMSന്റെ മോഡൽ എക്സാം അക്രോസ് 14 ഡിസ്ട്രിക്റ്റ് ഓഫ് കേരള. കേരളത്തിലെ 14 ജില്ലകളിലും സൈലത്തിൻ്റെ NMMSന്റെ മോഡൽ എക്സാം ഉണ്ട്. 15ാമതൊരു ജില്ല ഇല്ലാത്തത് കൊണ്ട് അവിടെ ഇല്ല. 14 ജില്ലയിലും എന്തുണ്ട്? മോഡൽ എക്സാം ഉണ്ട്. അതിൽ ചില ജില്ലകളിൽ ഒരുപാട് സെൻറ്ററുകളുണ്ട് കേട്ടോ. ഇപ്പോൾ മലപ്പുറം കോഴിക്കോടൊക്കെ ഇഷ്ടംപോലെ കുട്ടികൾ ഉണ്ടായതുകൊണ്ട് അവിടെ കുറേ സെൻറ്റർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വയനാടൊക്കെ കുറഞ്ഞ കുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ 1-2 സെൻറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലാണോ എന്ത് ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതാണ് രജിസ്റ്റർ ചെയ്യാനുള്ള
നിങ്ങളെ QR കോഡ് ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക, ഇത് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ കറക്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് കറക്റ്റ് മെസ്സേജ് വരും. നിങ്ങളുടെ ജില്ലയിൽ എവിടെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സെൻറ്റർ എന്നുള്ളത് കറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് വരും. എന്നിട്ട് ആ ഒരു സെൻറ്ററിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ദിവസം ജനുവരി 18 ആട്ടോ, ഡേറ്റ് മറക്കണ്ട. ജനുവരി 18-ാം തീയതി എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് പോവുക. എന്നിട്ട് കൃത്യമായിട്ട് അടിപൊളിയായിട്ട് മിന്നിച്ചിട്ട് പരീക്ഷ എഴുതുക. ആ ദിവസം നിങ്ങൾക്ക് സ്കൂളൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു സീനുമില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകാം. പിന്നെ മാത്രമല്ല ടൈമിംഗ് വരുന്നത് 1:30 മുതൽ 5:30 വരെയാണ്. അതായത് മാറ്റും സാറ്റും രണ്ടും നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു സമയമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൽ ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കറക്റ്റ് NMMSന്റെ അതുപോലത്തെ ഒരു മോഡൽ എക്സാമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് മസ്റ്റായിട്ട് ഉപയോഗപ്പെടുത്തണം. കൃത്യം 1:30 to 5:30 വരെ രണ്ട് മാറ്റും സാറ്റും 2 പാറ്റേണും കൃത്യമായിട്ട് ടൈമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, ഡേറ്റ് മറക്കണ്ട. 2026 ജനുവരി 18 എല്ലാ ജില്ലകളിലും എന്തുണ്ട്, സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഇനി എൻ്റെ ജില്ലയിൽ സെൻറ്റർ ഉണ്ടോ സാർ, ഞങ്ങളുടെ ജില്ലേൻ്റെ തൊട്ടടുത്ത് സെൻറ്റർ ഉണ്ട്, അങ്ങനെയൊന്നും ചോദിച്ച് ടെൻഷൻ ആവേ വേണ്ട. എല്ലാ ജില്ലയിലും എന്തുണ്ട്, NMSന്റെ മോഡൽ എക്സാമിന് സെൻറ്റർ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും ഇത് എഴുതുക. പിന്നെ അതേപോലെ ഇതൊന്നും അറിയാത്ത ചില പാവപ്പെട്ട വിദ്യാർത്ഥികളുണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ, അവരിതൊന്നും മേ ബി അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനൊരു മോഡൽ എക്സാം സൈലം നടത്തുന്നുണ്ട്, നമുക്ക് വെറുതെ ചുമ്മാ ഒന്ന് പോയി നോക്കാം. എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ, ധൈര്യമായിട്ട് പോയി നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ചുമ്മാ ഒന്ന് എഴുതിയിട്ട് പോരുക. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എനിവേ ഓൾ ദി ബെസ്റ്റ്. 2 എക്സാമിനും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ 18-ാം തീയതി എഴുതാൻ പോകുന്ന സൈലത്തിൻ്റെ എക്സാമിനും അതുപോലെ തന്നെ നിങ്ങൾ ശരിക്കും അതായത് റിയൽ ആയിട്ട് എഴുതാൻ പോകുന്ന NMS എക്സാമിനും രണ്ടിനും നിങ്ങൾക്ക് എൻ്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും സ്നേഹാത്മകമായിട്ടുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക.